അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കുകയും മറ്റൊരാൾ, അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുതസിദ്ധി, ഒരുപക്ഷെ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുതസിദ്ധി, അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇത്. അപ്പം അവിടെ ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു എന്താണ്, അതൊരു സാമാന്യ നീതിയുടെ ഒരു വിഷയമാണ്. ഒരു ഇരട്ട നീതി പോലെ എന്നോട് കാണിച്ച ഒരു നീതിയല്ല അദ്ദേഹത്തോട് കാണിക്കുന്നതല്ല എന്നോട്. അപ്പോൾ ആ ഒരു ഇതാണ് ഇരട്ട നീതി എന്ന പ്രയോഗം. അത് പറഞ്ഞു, അതെനിക്കറിയില്ല. അതിനകത്ത് ആ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും വിധേയത്വമാണോ, എന്തെങ്കിലും വിനീതത്വമാണോ, എന്തെങ്കിലും വരേണ്യതയോടുള്ള ഒരു വിനീതത്വമോ വിധേയത്വമാണോ എന്നൊക്കെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനത്തിനും ലഭിച്ച ഒരു മറുപടിയാണോ ഇതെന്ന് കൂടി സാർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്നത് പോലെ തന്നെ IFK സമയത്തൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അല്ല, ഞാൻ അവിടെ ഒരു 2.5 വർഷം ആദ്യം വൈസ് ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം. ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച ആളാണ് വിദ്യാർത്ഥി കാലത്ത്. ഞാനാണ് പിന്നീട് PA ബക്കർ സാറ്, സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സിനിമയാക്കിയപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം, വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്, പോരാട്ടവീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി, ലാളിത്യം, ആത്മാർത്ഥത, സത്യസന്ധത, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടുമൊക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി, സമഭാവനയുടെ, എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം, ഒരു വലിയ ഒരു ചിന്ത. അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 35ഓളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല, പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ, എൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച്, ഇന്ധന വില വർധനവിനെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു. എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സാറ് സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായി എന്ന്, കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു. ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2.5 വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ, അത് ഞാനെവിടെയും പറയാത്ത കാര്യമാണ്, മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല. ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം, താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, അപ്പോൾ പൂർണ്ണസമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില അവരുടെ പ്രതിഫലമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി, അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള അതൊരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത്രേ ഉള്ളൂ. ഈ മന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ടിരുന്നു ഒഴിവാക്കുന്ന സമയത്ത് മന്ത്രിയോ വകുപ്പുമായോ? ഇല്ല. മന്ത്രിയും പിന്നീട് ഈ IFFK സംഘാടക സമിതി രൂപീകരണ സമയത്തൊക്കെ പറഞ്ഞത് പ്രേംകുമാർ